ഹലോ ഫ്രണ്ട്സ്, റിയാക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ പഠിക്കാൻ പോകുന്നത് ആരോ ഫംഗ്ഷന് പാരാമീറ്ററൈസ്ഡ് ആരോ ഫംഗ്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫംഗ്ഷണൽ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റിയാക്ട് ഫംഗ്ഷണൽ കമ്പോണൻറ്റ് വിത്ത് എക്സ്പോർട്ട് കൊടുക്കുക, എൻ്റർ അടിക്കുക. നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മളിവിടെ കോൺസ്റ്റ് ആഡ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ഇവിടെ കോൺസ്റ്റ് ആഡ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് പാരാമീറ്റർ ഇവിടെ ഒരു എംപ്റ്റി ബ്രാക്കറ്റ് കൊടുത്തു. ഇതിപ്പം നമുക്ക് മറ്റൊന്നും ഇല്ലെങ്കിൽ, മറ്റ് പാരാമീറ്റർ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ എംപ്റ്റി ആയിട്ട് കൊടുക്കാം. ഇവിടെ ഇത് ആരോ കൊടുക്കുക. ദെൻ ഇവിടെ നമുക്ക് എന്താണോ റിട്ടേൺ ചെയ്യേണ്ടത് അത് പറയാം. ഇവിടെ ജസ്റ്റ് ആഡിങ് എന്ന് ഞാൻ കൊടുക്കുകയാണ്. നമുക്കിവിടെ കർലി ബ്രാക്കറ്റ് ഇട്ട് ആഡ് എന്ന് കോൾ ചെയ്യാം. ഫംഗ്ഷൻ ആഡ് ഒരു ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ആഡിങ് എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു പാരാമീറ്റർ പാസ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാരാമീറ്റർ ഇവിടെ, ഇപ്പോൾ ഞാനിവിടെ 10 എന്ന് പാസ് ചെയ്തു. ഇവിടെ ആ പാരാമീറ്ററിന് വേണ്ടിയുള്ള വേരിയബിൾ ആർഗ്യുമെൻ്റ് ഇവിടെ നമുക്കൊരു വേരിയബിൾ കൊടുക്കണം. ഇവിടെ നമുക്ക് 2 പാരാമീറ്റർ ഉണ്ടെങ്കിൽ ഇവിടെ 2 എണ്ണം കൊടുക്കാം. ഇവിടെ നമുക്ക് 2 എണ്ണം പാസ് ചെയ്യാം. ഉണ്ടല്ലോ, ഇപ്പോൾ ഈ 10 എന്നുള്ളത് N1 കിട്ടും, 20 എന്നുള്ളത് N2 കിട്ടും. നമുക്കിവിടെ ആ നമ്പർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ N1 + N2 എന്ന് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ റിസൾട്ട് ഒന്ന് നോക്കാം. കണ്ടല്ലോ, ഇവിടെ 30 എന്ന് വന്നിട്ടുണ്ട്.